നമസ്കാരം. ശബരിമലയിൽ നടന്ന കോടികളുടെ സ്വർണ്ണക്കൊള്ള കേസ് 9 മാസത്തിലേറെയായി തുടരുമ്പോൾ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PS പ്രശാന്തും ബോർഡംഗമായിരുന്ന CPI നേതാവ് A അജികുമാറും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട മൂന്നാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. A പത്മകുമാറും N വാസുവുമാണ് ഇതിനു മുൻപ് അറസ്റ്റിലായ മറ്റു 2 മുൻ പ്രസിഡന്റുമാർ. വിഖ്യാതമായ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണം തട്ടിയെടുക്കാൻ ദേവസ്വം ബോർഡുകളെ നയിച്ച ഭരണകക്ഷി നേതാക്കൾ ഒന്നൊന്നായി അകത്താകുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് അവരെ നിയമിച്ച മുൻ LDF സർക്കാരും CPM-ഉം CPI-യുമാണ്. സ്വർണ്ണക്കൊള്ള പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ പാർട്ടിക്കാർ ഭരിച്ച ദേവസ്വം ബോർഡുകൾക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ലെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ന്യായീകരിക്കുകയായിരുന്നു. എന്നാൽ ആ വാദങ്ങളുടെയും ന്യായീകരണങ്ങളുടെയും പൊള്ളത്തരം SIT-യുടെ നിലവിലെ അന്വേഷണത്തോടെ പൂർണ്ണമായും തെളിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 7-നാണ് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പികൾ ഇളക്കിയെടുത്ത് വീണ്ടും സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും തികച്ചും ചട്ടവിരുദ്ധമായും നടത്തിയ ഈ സ്വർണം പൂശൽ യഥാർത്ഥത്തിൽ 2019-ൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനുള്ള ആസൂത്രിത ശ്രമമായിരുന്നുവെന്ന് SIT-യുടെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഹൈക്കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണനെ പോലും അറിയിക്കാതെയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കടത്തിയത്. തുടർന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവായത്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരം സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസുമായി തിരുവാഭരണം കമ്മീഷണർ നടത്തിയ ആശയവിനിമയങ്ങൾ അന്വേഷണത്തിൽ നിർണായക തെളിവായി. ആദ്യം സ്മാർട്ട് ക്രിയേഷൻസിന് പ്രൊഫഷണൽ നിലവാരമില്ല എന്ന് റിപ്പോർട്ട് നൽകിയ തിരുവാഭരണം കമ്മീഷണർ വെറും 8 ദിവസത്തിന് ശേഷം അവർ വൈദഗ്ധ്യമുള്ള സ്ഥാപനമാണെന്ന് തിരുത്തി റിപ്പോർട്ട് നൽകി. ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കടുത്ത സമ്മർദ്ദം കാരണമാണ് തിരുവാഭരണം കമ്മീഷണർ റെജിമോൻ വ്യാജ കരാർ ഉണ്ടാക്കിയതും റിപ്പോർട്ട് തിരുത്തിയതും. 2019-ലെ കേസിൽ പ്രതിയായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും പിന്നീട് 2025-ൽ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ പരേതനായ മുരാരി ബാബുവാണ് ഈ തട്ടിപ്പിന് അനുകൂല റിപ്പോർട്ട് തയ്യാറാക്കിയത്. PS പ്രശാന്ത് പ്രസിഡന്റായ മുൻ ദേവസ്വം ബോർഡിന്റെ ഈ അനാവശ്യ ഇടപെടലുകൾ തികച്ചും സംശയാസ്പദമാണെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട ഇടതു നേതാക്കളുടെ പങ്ക് ഒന്നിനു പിറകെ ഒന്നായി വെളിച്ചത്ത് വരികയാണ്. PS പ്രശാന്ത് അറസ്റ്റിലായതോടെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രശാന്ത് ആരോപിച്ചെങ്കിലും CPM നേതൃത്വം പ്രശാന്തിനെ പരസ്യമായും സംരക്ഷിക്കാൻ തയ്യാറായില്ല. ജയരാജൻ രാഷ്ട്രീയമെന്ന് താൻ പറയില്ല എന്ന് പറഞ്ഞ് തടിയൂരി. മുൻ ദേവസ്വം മന്ത്രി VN വാസവൻ പ്രശാന്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകും വിശദീകരണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ജനറൽ സെക്രട്ടറി MA ബേബി ആകട്ടെ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കട്ടെ എന്ന നിലപാടിലാണ്. പ്രശാന്തിന് രാഷ്ട്രീയ സംരക്ഷണം നൽകില്ലെന്ന സന്ദേശമാണ് പാർട്ടി നൽകുന്നത്. 2019-ൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗവും പിണറായിയുടെ വിശ്വസ്തനുമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടപ്പോഴാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ പാർട്ടി നിർബന്ധിതരായത്. പിണറായിയുടെ മറ്റൊരു വിശ്വസ്തനായിരുന്ന N വാസുവും കേസിൽ അറസ്റ്റിലായി. കായംകുളം മണ്ഡലം സെക്രട്ടറിയും CPI നേതാവുമായിരുന്ന അജികുമാർ ദേവസ്വം ബോർഡ് അംഗമായിരിക്കെ സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിയതും സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പം പുലർത്തിയതും പാർട്ടിയിൽ തന്നെ വലിയ വിവാദമായിരുന്നു. CPI കടുത്ത തീരുമാനമെടുത്ത് അജികുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇത്രയും വലിയ അറസ്റ്റുകളും അന്വേഷണങ്ങളും നടക്കുമ്പോഴും 2019-ലെ സ്വർണ്ണക്കൊള്ളയുടെ കുറ്റപത്രം ഇനിയും കോടതിയിൽ സമർപ്പിക്കാൻ SIT-ക്ക് സാധിച്ചിട്ടില്ല എന്നത് ഗുരുതരമായ വീഴ്ചയാണ്. അന്വേഷണം ഈ രീതിയിൽ നീളുന്നതിൽ പുതിയ സർക്കാരിന് കടുത്ത അതൃപ്തിയുണ്ട്. ഈ മാസം 31-നകം കുറ്റപത്രം നൽകിയിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയിൽ അതൃപ്തി അറിയിക്കുമെന്ന ദേവസ്വം മന്ത്രി K മുരളീധരൻ വ്യക്തമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുറ്റപത്രം കൃത്യസമയത്ത് സമർപ്പിക്കാത്തത് കാരണം 2019-ലെ കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രധാന പ്രതികളെല്ലാം തന്നെ ഇതിനോടകം സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇത് അന്വേഷണ സംഘത്തിന്റെ കാര്യക്ഷമതയ്ക്കെതിരെ വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നു. 30 ദിവസത്തിനകം കട്ടിളപ്പാളി കേസിൽ കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം അന്വേഷണവും കുറ്റപത്രവും ഇനിയും വൈകിപ്പിച്ചാൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത നേതാക്കളും രക്ഷപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. ഈ തട്ടിപ്പിന്റെ യഥാർത്ഥ ആഴവും വ്യാപ്തിയും ഇനിയും പൂർണ്ണമായും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ശബരിമലയിൽ നിന്നും നിയമവിരുദ്ധമായി കടത്തിയ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു? എത്രത്തോളം സ്വർണ്ണമാണ് യഥാർത്ഥത്തിൽ കൊള്ളയടിക്കപ്പെട്ടത്? തട്ടിയെടുത്ത ആ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഇപ്പോൾ എവിടെയാണ്? പിടിക്കപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും അംഗങ്ങൾക്കും പുറമെ ഇതിന് കൂട്ടുനിന്ന മറ്റ് ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കണമെങ്കിൽ
കേസിന്റെ അന്വേഷണം വൈകരുത്. ഹൈക്കോടതി തുടർച്ചയായി നിർദ്ദേശിച്ചതുപോലെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സുതാര്യമായ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിച്ചേ മതിയാകൂ. ഈ കൊള്ള ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ തറച്ച മുള്ളാണ്. ഭരണം നഷ്ടപ്പെടാനിടയാക്കിയ പ്രധാന കാരണങ്ങളിൽ ഒന്നായ ഈ സ്വർണ്ണക്കൊള്ള കേസ് LDFനെയും CPMനെയും ഇനി വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും. കുറ്റകൃത്യത്തിൽ പങ്കുള്ളവർ ആരായാലും, അവർ എത്ര ഉന്നതന്മാരായാലും, ഏതു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ നിൽക്കുന്നവരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം.